നോട്ട് പിൻവലിക്കലിൽ വീണ്ടും സുപ്രീം കോടതിയുടെ വിമർശനം. കേന്ദ്ര സർക്കാരിന് നേരെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ തയ്യാറാകണമെന്ന് സുപ്രീം കോടതി. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, ഇത് രണ്ടാം തവണയാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം പറയുന്നത്. എന്തൊക്കെ? അജിംഷാദ്, സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം അഭിഭാഷകരാണ് ഈ നോട്ട് പിന്മാറ്റത്തിനെതിരെ ഹർജി സമർപ്പിച്ചത്. സുപ്രീം കോടതി ഇന്ന് അക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാം എന്ന് അറിയിക്കുകയും ചെയ്തു. സുപ്രധാനമായ നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ ഒന്നാമത്തേത്, അടിയന്തരമായ നടപടി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തേ മതിയാവുള്ളൂ. ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അത് കാര്യമാക്കാതെ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. ഇക്കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് സംബന്ധിച്ച് വിശദീകരിക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതിന് ഈ മാസം 21 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. 21-ാം തീയതി കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം. എന്നാൽ ഹർജിക്കാരുടെ പ്രധാന ആവശ്യമായ കേന്ദ്ര സർക്കാർ തീരുമാനം റദ്ദാക്കണം എന്നൊരാവശ്യം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചില്ല, ഇപ്രാവശ്യം പരിഗണിച്ചില്ല. പകരം ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണം എന്നാവശ്യപ്പെട്ടു. ഇക്കാര്യത്തിലും ചില തടസ്സവാദങ്ങൾ സുപ്രീം കോടതി ഉയർത്തി. അതിൽ ഒന്നാമത്തേത്, ഇപ്പോൾ ഈ അഭിഭാഷകർ ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതം എന്നതായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. ഏകദേശം 47ഓളം പേർ ഈ നോട്ടുമാറ്റത്തെ തുടർന്നുള്ള ദുരിതത്തിൽ മരിച്ചു എന്ന് ഹർജിക്കാരൻ വാദിക്കുകയും ചെയ്തു. ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത്. അജിംഷാ, അതുപോലെ തന്നെ സന്തോഷ്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ എടുക്കുന്ന അത്തരത്തിൽ നയപരമായ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് കോടതിക്ക് ഇടപെടാനാകില്ല. അതുകൊണ്ട് നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ കോടതി ഇടപെടില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ആവർത്തിച്ചത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണം. ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള എന്തൊക്കെ ക്രിയാത്മകമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്ന്. സർക്കാരിന്റെ വീഴ്ച കൂടി അതിൽ പ്രതിഫലിക്കുന്നില്ലേ? ഒന്ന്. രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ ദിവസവും സർക്കാരിന് നൽകിയിരുന്നില്ലേ ഇത്തരത്തിലൊരു നിർദ്ദേശം? തീർച്ചയായും അജിംഷാദ്, കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞത് നാം ഇക്കാര്യത്തിൽ പരിഗണിക്കാൻ പോകുന്നത് ഈ നോട്ട് മാറ്റത്തെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ദുരിതം അത് നമുക്ക് പരിഹരിക്കാം എന്നതായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് മറുപടി പറഞ്ഞത് ഈ ഹർജിക്കാർ ആരോപിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നതായിരുന്നു. അത്തരം രാഷ്ട്രീയ പ്രേരിതം എന്നൊരു ആരോപണം അംഗീകരിച്ചില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാദത്തിൽ ഏറ്റവും പ്രധാനവും. പകരം സുപ്രീം കോടതി പഴയതുപോലെ തന്നെ ആ നിർദ്ദേശത്തിൽ, അതായത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന നിർദ്ദേശത്തിൽ ഉറച്ചു നിന്ന് ഇക്കാര്യത്തിൽ നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു എന്ന് സംബന്ധിച്ച് വിശദീകരിക്കാൻ സമയം കൂടി കൊടുത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ മറ്റൊന്ന് കൊടുത്തത്, ഈ നോട്ട് മാറ്റത്തെ കുറിച്ച് വിവിധ ഹൈക്കോടതികളിൽ കേസുകൾ നിലവിലുണ്ട്. അതൊക്കെ റദ്ദാക്കി സുപ്രീം കോടതി തന്നെ ഇത് പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി അതും അംഗീകരിച്ചിട്ടില്ല. പകരം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ശരി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ മാസം 25-നകം റിപ്പോർട്ട് സമർപ്പിക്കണം കേന്ദ്ര സർക്കാർ എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. സന്തോഷ്, അതായത് സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കൂടി രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, കോടതിയുടെ വാദം രണ്ടാം ഘട്ടത്തിലും പുരോഗമിക്കുന്ന വേളയിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രേരിതമാണ് ഹർജിക്കാരുടെ വാദങ്ങൾ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനോട് കോടതി ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ സുവ്യക്തമായി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. സന്തോഷ് സർലിംഗിലേക്ക് തന്നെ പോയാൽ, സന്തോഷ്, അതാണ് ഒരുപക്ഷെ നയങ്ങളെ തൊടാൻ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിൻ്റെ ഭാഗമായി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എടുത്ത ഒരു അധികാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ജുഡീഷ്യറിക്ക് ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ അവകാശമില്ലായിരിക്കും. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച വിവരത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ കോടതി ആരായുന്നതോടൊപ്പം ഹർജിക്കാരുടെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തിന് സുപ്രീം കോടതി ചെവി കൊടുത്തില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രസക്തമല്ലേ സന്തോഷ്? ജിംഷാദ്, അറ്റോർണി ജനറൽ മുകുൾ റോഹ്തക്കിയാണ് ഈ കേസിൽ ഹാജരായത്. മുകുൾ റോഹ്തക്കി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. അപ്പുറത്ത് ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിബലും ഇത്തരം ഒരു കള്ളപ്പണക്കാരെ പിടികൂടാനുള്ള ഒരു ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ സാമ്പത്തിക മാറ്റത്തെ രാഷ്ട്രീയ പ്രേരിതമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ആവശ്യത്തിനായുള്ള ഒരു പ്ലാറ്റ്ഫോം ആയി സുപ്രീം കോടതി ഉപയോഗിക്കുന്നു. ഇത് അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു മുകുൾ റോഹ്തക്കിയുടെ വാദം. പക്ഷെ അത്തരം വാദത്തിലേക്ക് സുപ്രീം കോടതി പോയില്ല എന്നത്
തന്നെയാണ് പ്രധാനം. സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. പക്ഷെ അതൊക്കെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ജനങ്ങളെ പിഴിയുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഏർപ്പാട് എന്ന് വരെ സുപ്രീം കോടതി പറയുകയുണ്ടായി. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാതിരിക്കാനാകില്ല, അത് അവഗണിക്കാതിരിക്കാനാവില്ല, അടിയന്തരമായ നടപടികൾ തന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് മറുപടി നൽകാൻ സാധാരണ സുപ്രീം കോടതി മറ്റ് കേസുകളിലൊക്കെ മറുപടി നൽകാൻ കക്ഷികൾക്ക് 4 ആഴ്ച വരെ സമയം അനുവദിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത്തരമൊരു സമയം അനുവദിച്ചില്ല. പകരം തിങ്കളാഴ്ച, ഇന്ന് ശനിയും ഞായറും കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കേന്ദ്ര സർക്കാർ രണ്ടാമത് വാദിച്ചതായിരുന്നു. അതായത് ഇന്നത്തെ കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെതായി വന്നൊരു നിർദ്ദേശമാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതികളിലുള്ള കേസുകൾ പിൻവലിക്കുക, അത് സുപ്രീം കോടതിക്ക് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആവശ്യം. ഹൈക്കോടതിയിൽ ഇത്തരം കേസുകൾ പരിഗണിക്കരുതെന്നൊരു ആവശ്യം. കാരണം മഹാരാഷ്ട്രയിൽ ഒരു കേസ് സമാനമായി മഹാരാഷ്ട്ര ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കരുതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നിലപാട്. പക്ഷെ അതുപോലും സുപ്രീം കോടതി കേട്ടില്ല. അത്തരമൊരു ഉത്തരവ് ഇറക്കാനാവുകയില്ല. ആ ഉത്തരവുകളിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് നിയമപരമായി സമീപിക്കാം എന്ന് മാത്രം പറഞ്ഞ് മാറുകയായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ ഈ കോടതിയുടെ വാദം ഇവിടെ പുരോഗമിക്കുമ്പോൾ നാടാകെ അരാജകത്വത്തിന്റെ വശങ്ങളിലൂടെ കടന്നു പോകുന്നു. 1. 2, നിരവധി മരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇത്രയേറെ പാനിക്കായ ഒരു സിറ്റുവേഷനിൽ വലിയ ആർഭാടപൂർവ്വം ഒരു അറ്റത്ത് വിവാഹങ്ങൾ അടക്കം നടത്താൻ ഉള്ള ഒരു വിലക്കും ഉണ്ടായില്ല. ഇങ്ങനെയുള്ള ഒരു വലിയ സാമൂഹിക പശ്ചാത്തലം കൂടി കോടതിയുടെ ഈ വാദത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ വാദത്തിന് അല്ലെങ്കിൽ കോടതിയിൽ പുരോഗമിക്കുന്ന ഈ സംഭവവികാസത്തിന് ഒരു പക്ഷേ വലിയ മാനങ്ങൾ കൈവന്നേക്കാം. സന്തോഷ്. അജിംഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മരണങ്ങളുടെ നിരക്കുകൾ വരെ ഇന്നത്തെ വാദപ്രതിവാദത്തിനിടയിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ അത്തരം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോഴാണ് മരണനിരക്ക് ചൂണ്ടിക്കാണിച്ചത്. ഇതുവരെ മരണം 47 എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിലില്ല മരണനിരക്ക് 55 എന്ന് ഹർജിക്കാരൻ്റെ പറഞ്ഞു. പക്ഷെ ഔദ്യോഗികമായി ഇതുവരെയുള്ള കണക്ക് പ്രകാരം വിവിധ ബാങ്കുകൾ ക്യൂ നിന്നടക്കം പിന്നെ ആവശ്യത്തിന് ചികിത്സാ സഹായം കിട്ടാത്ത പ്രകാരം മരണനിരക്ക് 47 വരെയായി ഉയർന്നിരിക്കുന്നു എന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ മുഗൾ റോത്തക്കി ഇതിനെതിരെ വാദിച്ചത് ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി നമുക്ക് നടത്താൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നൊക്കെ മുഗൾ റോത്തക്കി വാദിക്കുകയും ചെയ്തു. പക്ഷെ കപിൽ സിബൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന മറ്റു ദുരിതങ്ങൾ, വിവാഹമടക്കമുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പോലും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സുപ്രീം കോടതി അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറഞ്ഞത് ഇതൊരു സീരിയസ് പ്രധാനപ്പെട്ട വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ ജനങ്ങൾ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അത് തന്നെയാണ് സന്തോഷം. നിരവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ എന്തിനാണ് ജനത്തെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സുപ്രീം കോടതി, രാജ്യത്തിന്റെ പരമോന്നത കോടതി പോലും ചോദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം സന്തോഷ്, കൊൽക്കത്ത ഹൈക്കോടതിയിൽ പോലും ഇത്തരത്തിലൊരു ഇതുമായി സമാനമായ വാദഘട്ടത്തിൽ ഹൈക്കോടതി ചോദിച്ചത് ഇങ്ങനെയാണ്. ഏറ്റവും പുതിയ വാർത്തകൾ, അതായത് വേണ്ടവണ്ണമുള്ള മുന്നൊരുക്കങ്ങൾ നടത്താതെയാണോ സർക്കാർ ഇത് ചെയ്തത് എന്ന ചോദ്യം ഹൈക്കോടതിയിൽ നിന്നുമുണ്ട്. ഗൃഹപാഠം നടത്താതെയാണോ, വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെയാണോ ഇത്തരത്തിലുള്ള തീരുമാനം? അതുകൊണ്ടാണോ ഓരോ ദിവസവും തീരുമാനങ്ങൾ മാറ്റേണ്ടി വരുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്ന് പോലും ഉണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വളരെ ഗൗരവമായി ജുഡീഷ്യറിയുടെ ഇടപെടൽ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കുന്നതാണ്. സന്തോഷിലേക്ക് എത്താം. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നേരെ വിമർശനം. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന ചോദ്യം ജുഡീഷ്യറിയിൽ നിന്നും എത്തിയിരിക്കുന്നു. സുപ്രീം കോടതി ഹർജിക്കാരുടെ വാദം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് നേരെ രണ്ടാമത് വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഇതേ കേസ് തന്നെ വാദിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതി ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചിരുന്നു. തുടർന്ന് ഇന്നത്തെ വാദത്തിലും കോടതി അത് ആവർത്തിക്കുകയും ചെയ്തു. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രേരിതമാണ് ഹർജിക്കാരുടെ വാദമെന്ന സർക്കാരിൻ്റെ വാദത്തോട് കോടതി യോജിച്ചില്ല എന്നതും പ്രസക്തമായി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം CPIM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ MA ബേബി ചേരുകയാണ്. ശ്രീ ബേബി, വലിയ
ഒരു അരാജകത്വത്തിലൂടെ അപ്രഖ്യാപിതമായ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ നാട് കടന്നു പോവുകയാണ്. ഭീകരമായ അവസ്ഥ. സഹകരണ മേഖല അടക്കം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഈ ഘട്ടത്തിലാണ് ജുഡീഷ്യറിയുടെ ഇടപെടൽ. എന്തേ ഇത്തരത്തിലുള്ള ഗൃഹപാഠം ചെയ്യാതെയാണോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് കൊൽക്കത്ത ഹൈക്കോടതി ചോദിക്കുന്നു. രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയും സർക്കാരിനെ വിമർശിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപടികളെ എങ്ങനെ കാണണം ഇതിനെ? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ മുതൽ പരമോന്നത നീതിപീഠം വരെ നരേന്ദ്രമോദി ഗവൺമെന്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു സാഹചര്യമാണ് 56 ഇഞ്ച് നെഞ്ചിന് വിസ്തൃതി ഉണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ജീവിത ദുരിതത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഇന്ന് സമരം നടത്തുന്ന ഒരു സ്ഥിതിയാണ്, അഭൂതപൂർവമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. സഹകരണ മേഖലയെ തകർത്തുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ തന്നെ സ്വകാര്യ കുത്തകളെയും വൻകിട സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന നയം നരേന്ദ്രമോദി ഗവൺമെന്റ് പിന്തുടരുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ സന്ദർഭത്തിലൂടെ എനിക്ക് വ്യക്തമാക്കാൻ താല്പര്യമുണ്ട്. അത് നരേന്ദ്രമോദി കള്ളപ്പണവേട്ട നടത്തുന്ന വലിയ പോരാളിയാണ്, അഴിമതി വിരുദ്ധനാണ് എന്നെല്ലാം ഈ വേഷം കെട്ടാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന സമയം മറ്റൊന്നുമല്ല, നരേന്ദ്രമോദി വലിയ അഴിമതിക്കാരനാണ് എന്നത് സംബന്ധിച്ച തെളിവുകൾ വെളിപ്പെടുന്നത് തടയാനും ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടിയാണ് ഈ വിഡ്ഢിത്തപൂർണമായ തീരുമാനം നരേന്ദ്രമോദി ഇപ്പോൾ കൈക്കൊണ്ടത് എന്നുകൂടി ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. ബിർള വിഭാഗം, കുമാരമംഗളം ബിർള 25 കോടി രൂപ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് കൊടുത്തതിനെ കുറിച്ചുള്ള തെളിവുകൾ വന്നിട്ടുണ്ട്. BJP നേതൃത്വം അത് തള്ളിക്കളഞ്ഞെങ്കിലും കുമാരമംഗലം ബിർളയുടെ പ്രതിനിധി പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല, അത് കോടതിയിൽ കേസുള്ളത് കൊണ്ട് സബ്ജുഡീസ് ആവുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. തങ്ങൾ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ അതെങ്ങനെയാണ് കോടതിയിൽ പ്രശ്നമാവില്ലല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് 25 കോടി കോഴ കൊടുത്തു മോഡിക്ക് എന്ന് ആരോപിക്കപ്പെടുന്ന കുമാരമംഗലം ബിർളയുടെ പ്രതിനിധി പറയുമ്പോൾ അത് സത്യമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വേറെയുമുണ്ട്. ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ നിങ്ങളത് പറഞ്ഞത് നന്നായി. അപ്പോൾ നരേന്ദ്രമോദി വലിയൊരു അഴിമതിക്കാരനാണ് എന്ന ഞെട്ടിക്കുന്ന വിവരം തെളിവ് സഹിതം പുറത്തു വരും എന്ന് കണ്ടറിഞ്ഞ് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ അസമയത്ത് അകാലത്ത് ഒരു തയ്യാറെടുപ്പും കൂടാതെ ഇന്ത്യയിലെ സത്യസന്ധരായ കൃഷിക്കാരെ, തൊഴിലാളികളെ, ഇടത്തരം ജീവനക്കാരെ, ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു തട്ടിപ്പ്, താൻ നാടിന് വേണ്ടി പൊരുതുന്നയാളാണെന്നുള്ള ഈ വേഷം കെട്ടുന്ന തട്ടിപ്പ് ഇയാൾ നടത്തിയത് ഇയാളുടെ അഴിമതി പുറത്തു വരുന്നത് തടയാൻ വേണ്ടിയാണ് എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് CPIM ഇപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം, മുൻ ജനറൽ സെക്രട്ടറി സഖാവ് പ്രകാശ് കാരാട്ട്, SRP എല്ലാം ഇവിടെയുണ്ട്. കേരളത്തിലെ PB അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ അതിശക്തമായ ബഹുജന പ്രക്ഷോഭം, അഭൂതപൂർവമായ ബഹുജന സമരം കെട്ടഴിച്ചു വിടുന്നതിന് മറ്റു പാർട്ടികളുമായി ചർച്ച ചെയ്യുകയാണ്. ജനങ്ങൾ സമരസന്നദ്ധരാണ്. ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്ന് ജനങ്ങളുടെ പോരാട്ട വീര്യത്തിന് സൂക്ഷ്മമായ രൂപം കൊടുക്കാൻ എങ്ങനെ അഖിലേന്ത്യാ തലത്തിലുള്ള ശക്തമായ പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ താമസിയാതെ തന്നെ ഉണ്ടാവും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ അനിവാര്യമായ സാഹചര്യത്തിൽ കൂടി സുപ്രീം കോടതിയുടെ ഇത്തരം വാദങ്ങൾ കൂടി നിങ്ങളുടെ രാഷ്ട്രീയമായ ചർച്ചയിൽ ഉൾച്ചേരുമല്ലോ ശ്രീ MA ബേബി. സ്വാഭാവികമായും സുപ്രീം കോടതി ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ എത്ര വലിയ കഷ്ടപ്പാടിലാണ്. 40-ലധികം 50-നടുത്ത ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചിലർ ആത്മഹത്യ ചെയ്തു. ക്യൂവിൽ നിന്നവർ മരിച്ചു വീണു. ഡൽഹിയിൽ ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്ന ഒരു യുവതി സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വസ്ത്രങ്ങൾ വലിച്ചുരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ
ജനങ്ങൾ എങ്ങനെ വേദന അനുഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ സുപ്രീം കോടതി തയ്യാറാവും എന്ന് വേണം കരുതാൻ. എന്തായാലും CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും ഇടതു വലതുപക്ഷ വ്യത്യാസം കൂടാതെ BJP ഒഴികെ ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ സമരബോധത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാവുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും പ്രതികരിച്ചതിനും. ശ്രീ MA ബേബി, CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി കൂടിയാണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമാണ് കേന്ദ്ര സർക്കാരിന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ഹർജിക്കാർ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് നടത്തിയതെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തെ, കേന്ദ്ര സർക്കാരിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനും കോടതി തയ്യാറായില്ല എന്നത് സുവ്യക്തമായും പ്രസക്തമായും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഒപ്പം കൊൽക്കത്ത ഹൈക്കോടതിയും ഇതേ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെയാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുത്തു ചാടിയത് എന്ന വിമർശനം കൂടി കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും എത്തിയിരിക്കുന്നു. സന്തോഷ് സർലിംഗിലേക്ക് തന്നെ പോയാൽ, സന്തോഷ് സർലിംഗ്, ഒരുപക്ഷെ CPIM-ന്റെ കൂടിയാലോചനകളിൽ ഈ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾച്ചേരുകയാണ്. വലിയ തീരുമാനങ്ങളിലേക്ക് രാഷ്ട്രം മുഴുവൻ നീങ്ങുകയാണ്. BJP-യുടെയും മോദിയുടെയും ഒക്കെ വികലമായ ആശയത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളം മുതൽ കശ്മീർ അടക്കമുള്ള ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പുതിയ ദിശയ്ക്ക് ഊർജം പകരുന്നതാകും കോടതിയുടെ ഈ നിരീക്ഷണം എന്ന് വിലയിരുത്തപ്പെടാമോ? ജിംഷാദ്, ഇന്ന് കള്ളപ്പണത്തിനെതിരെയുള്ള നടപടി എന്നാണ് BJP പാർലമെന്റിലടക്കം ഇതിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് ഇത്തരം നടപടികളെ എതിർക്കുന്ന പാർട്ടികളെ കള്ളപ്പണക്കാർക്കൊപ്പമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി കൂടി ഈ ഇത്തരം ജനങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നതോടുകൂടി പ്രതിരോധത്തിലാകുന്നത് BJP തന്നെയായിരിക്കും. സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസം 2000 രൂപയായി ATM-ൽ നിന്ന് എടുക്കുന്ന പൈസ കുറച്ചിരുന്നു. എന്തിന് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി? ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയായിപ്പോയി ഇത്. ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരം നടപടികൾ ഉണ്ടാക്കുന്ന പരിഭ്രാന്തി കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിച്ചേ മതിയാവൂ. ജനം പരിഭ്രാന്തിയിലല്ല എന്ന കാര്യത്തിൽ ഇനിയും കേന്ദ്ര സർക്കാർ തർക്കിക്കേണ്ട കാര്യമില്ല എന്നുവരെ സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയേ മതിയാവൂ. ജനങ്ങളെ പിഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റരുത്. അടിയന്തര നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു എന്ന സംബന്ധിച്ച് 2 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നും സുപ്രീം കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കി ആകട്ടെ പറഞ്ഞത് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു, നോട്ടിന്റെ അച്ചടിയൊക്കെ പൂർത്തിയായി വരികയാണ് എന്നായിരുന്നു. കപിൽ സിബൽ അടക്കമുള്ള ഹർജിക്കാർക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ ഇതിനൊരു രാഷ്ട്രീയ വേദിയായി കാണുന്നു, സുപ്രീം കോടതിയെ കാണുന്നു എന്ന് വരെ പറഞ്ഞു. പക്ഷേ അതിന് കപിൽ സിബൽ നല്ല ചുട്ട മറുപടി തന്നെ നൽകി. ഒരു ഇന്ത്യൻ പൗരനായ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ത് പറയണം എന്ന കാര്യത്തിൽ. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയിക്കാനാണ് ഇവിടെ സുപ്രീം കോടതിക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്നായിരുന്നു കപിൽ സിബലിന്റെ മറുപടി. ഇതിന് സുപ്രീം കോടതിയാകട്ടെ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വാദം മുഖവിലക്കെടുത്തില്ല. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചില്ല എന്നതും വളരെ പ്രാധാന്യമുണ്ട്. ഹൈക്കോടതികളിലടക്കം ഈ സമാനമായ കേസുകൾ വരുന്നത് ഹൈക്കോടതി പരിഗണിക്കരുത് എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം സുപ്രീം കോടതി എന്നായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഉത്തരവൊന്നും പരിഗണിക്കാൻ സുപ്രീം കോടതിക്ക് ആവുകയില്ല. അതാത് കേസുകൾ അതാത് ഹൈക്കോടതികൾ പരിഗണിക്കട്ടെ. പക്ഷേ ഈ കേസുകളെല്ലാം കൂടി ഒരേ വിഷയമായതിനാൽ ഒറ്റ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരണം എന്നൊരു ആവശ്യം നിയമപരമായി പിന്നീട് ആലോചിക്കാം എന്ന് പറയുകയായിരുന്നു സുപ്രീം കോടതി. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു പക്ഷേ ഭരണകൂടത്തിന്റെ പല വിധത്തിലുള്ള വീഴ്ചകളെയും വൈകല്യങ്ങളെയും പരിഹരിക്കാൻ രാഷ്ട്രീയമായി പ്രതിപക്ഷം പ്രതിരോധം തീർക്കുന്നതിനൊപ്പം ജുഡീഷ്യറി കൂടി ഇടപെടാറുണ്ട്. ഇവിടെ അങ്ങനെയുള്ള അപൂർവമായ ഒരു സാഹചര്യം കൂടി സംജാതമായതായി വിലയിരുത്താമോ? സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നു. ജനങ്ങളെ എന്തിനാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദ്യമെത്തിയിരിക്കുന്നു. ഒപ്പം രാഷ്ട്രീയമാണ് ഹർജിക്കാരുടെ വാദമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദത്തിന് സുപ്രീം കോടതി ചെവി കൊടുത്തതുമില്ല. കൊൽക്കത്ത ഹൈക്കോടതിയിലും ഇതിന് സമാനമായ നിരീക്ഷണങ്ങൾ എത്തുന്നു. എങ്ങനെ കാണണം ഇതിനെ? അല്ല, ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ, പ്രത്യേകിച്ച് ഈ ഡിമോണിറ്റൈസേഷൻ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം, പണം റദ്ദാക്കിയതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്നതിനെ സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ
പാർലമെന്റിനകത്തും പുറത്തും രണ്ടഭിപ്രായമുണ്ടായിരുന്നു. ഭരിക്കുന്നവർ പറയുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് ചെറിയ തോതിൽ, പക്ഷേ ദേശസ്നേഹത്തിന്റെ പേരിൽ അവരത് പരിഹരിച്ചുകൊള്ളും, നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. പ്രതിപക്ഷം പറയുന്ന അതല്ല, അനന്തമായ എണ്ണിത്തീർക്കാൻ കഴിയാത്ത അനന്തമായ കാലഘട്ടത്തേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമെന്ത് എന്നായിരുന്നു. ഈ കാര്യത്തില് സർക്കാരാണ് സുപ്രീം കോടതിയെ, കേന്ദ്ര സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്ന് മനസ്സിലാക്കണം. സുപ്രീം കോടതിയോട് അവർ പറഞ്ഞത്, അവർ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഓരോ ഹൈക്കോടതിയും ഇങ്ങനെ നിലപാടുകൾ എടുക്കുന്നതിന് പകരം സുപ്രീം കോടതി ഈ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അങ്ങനെ വന്നാൽ ഹൈക്കോടതിയിൽ അവർക്ക് കാര്യങ്ങൾ സുപ്രീം കോടതി നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. ഇതായിരുന്നു ലക്ഷ്യം, ഗൂഢലക്ഷ്യമായിരുന്നു അത്. പക്ഷേ സുപ്രീം കോടതി അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള നിരീക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിം ഷാ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ജനങ്ങളെ എന്തിനാ ഇങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് അവര് രാവിലെ എണീറ്റിരുന്ന് ഇങ്ങനെ പറയുക, നാളെ 2000 വേണമെങ്കിൽ ഇന്ന് തീരുമാനമെടുത്ത നാളെ 1000 എന്നൊക്കെ പറയുന്ന നമ്മുടെ പണം നമുക്ക് തിരിച്ചു തരുന്നതിനെ സംബന്ധിച്ച് തിരിച്ചു തരാൻ ഗ്യാരണ്ടി തന്നവരാണ് ഈ പറയുന്നതെന്ന് കൂടി ആലോചിക്കണം. ആ നിലയ്ക്ക് പറയാൻ അവർക്ക് അവകാശമില്ലാത്ത കാര്യമാണ് എന്ന് ഭംഗ്യന്തരേണ കോടതി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ കോടതിയിലേക്ക് പോയവർ കോടതിയിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച യാതൊരു നിലവാരത്തിലുള്ള തീരുമാനവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പുറത്ത് നല്ല അടിയും വാങ്ങിച്ചാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ശ്രീ ബാസുരേന്ദ്ര ബാബു. അതായത് കോടതി താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഉള്ള കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളെയൊക്കെ ഖണ്ഡിക്കുകയാണ്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ കൂടെ തീരുമാനം മാറ്റുന്നത് എന്ത്? അതായത് വേണ്ടവണ്ണം ഗൃഹപാഠം നടത്താതെ ചെയ്ത ഈ നടപടിയിലുള്ള അങ്കലാപ്പ് രാഷ്ട്രീയമായുള്ള പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി പ്രതിപക്ഷം ഉയർത്തുന്നതാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദത്തിന്റെ മുന കൂടി ഒടിയുകയല്ലേ ജുഡീഷ്യറിയുടെ ഈ ഏറ്റുപറച്ചിൽ കൂടി? അതെ, കാര്യം ഇക്കാര്യത്തില് സ്ഥാപിത താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന കാര്യം ആദ്യഘട്ടത്തിൽ സന്ദേഹമെന്ന നിലയ്ക്കും പിന്നീട് കൃത്യമായി ഒരു അറിവെന്ന നിലയ്ക്കും പ്രതിപക്ഷം ഉന്നയിച്ചു. ഇവർ പറയുന്ന കാരണങ്ങളല്ല ഇതിനുള്ളത് എന്നും, സത്യത്തിൽ ഇത് പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ പിൻവലിക്കാനുള്ള തീരുമാനം വേണ്ടപ്പെട്ടവരെ വേണ്ടുമെന്നും ഇവർ അറിയിച്ചു കഴിഞ്ഞിരുന്നുവെന്നും ഉള്ള എല്ലാ നിലവാരത്തിലുള്ള സംശയങ്ങളും ഇപ്പോൾ സാധൂകരിക്കപ്പെട്ട കാരണങ്ങളായി മാറിയിരിക്കുന്നു. പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് കുറെ ആൾക്കാർക്ക് നേരത്തെ അറിയാമായിരുന്നു, പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക്, അത് കഴിഞ്ഞ സംഘപരിവാരികൾക്ക്. ഈ അർത്ഥത്തിൽ വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരാകട്ടെ ഈ കാര്യങ്ങൾ തീർക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പം ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ രീതി മാത്രമാണ് എന്ന് ആളുകളുടെ സന്ദേഹത്തിന് അടിവരയിടുന്നു കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ. ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കോടതി തന്നെ ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ അവർക്ക് ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ കോടതിക്കും ആ വിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭംഗ്യന്തരേണ എന്ന് തന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതാണ് ശ്രീ ബാസുരേന്ദ്ര ബാബു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട കോർപ്പറേറ്റുകൾക്ക് സംഘപരിവാരങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ കാര്യങ്ങൾ ലീക്കായി പോയെന്ന ശക്തമായ ആരോപണം ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. BJP ഇന്നലെ തന്നെ പീപ്പിൾ TV അടക്കം പുറത്തുവിട്ടതാണ്. BJP നേതാവിന്റെ ഏറ്റുപറച്ചിൽ ഇത് സംബന്ധിച്ച് അംബാനിയും അദാനിയും ഒക്കെ അറിഞ്ഞിരുന്നു എന്നത്. ഒന്ന്, 25 കോടിയുടെയും 40 കോടിയുടെയും അഴിമതി മോദിക്കെതിരെ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി മുൻ ബ്യൂറോക്രാറ്റിന്റെ ഭാഗം കൂടിയായിരുന്ന അരവിന്ദ് കെജ്രിവാളാണ് ദില്ലി നിയമസഭയിൽ ഇത്തരം തെളിവുകൾ ഉയർത്തിക്കാട്ടി 25 കോടിയുടെ അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞത്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പുറത്തെത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു വശത്ത് 500 കോടിയുടെ വലിയ വിവാഹം നടത്തുന്നു. വിവാഹം നടത്താനാകാതെ ഭക്ഷണം കഴിക്കാനാകാതെ ആൾക്കാർക്ക് റേഷൻ കട കയ്യേറേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ വൈരുദ്ധ്യത്തിന്റെ മാനം കൂടി ജുഡീഷ്യറിയുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ എത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഗൗരവമായ, ഒരുപക്ഷെ പണ്ടൊക്കെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പറഞ്ഞതുപോലെ ഗൗരവമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെയൊക്കെ നിരീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ടോ സുപ്രീം കോടതിയുടെ ഈ തുടക്കത്തിന്? ശ്രീ ബാസുരേന്ദ്ര ബാബു, ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഗൗരവതരമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇല്ല. അക്കാര്യത്തില് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ടിയും വന്നു. അത് പോകട്ടെ. പക്ഷേ ഇപ്പോഴുള്ള കാര്യം ഒരു അടിയന്തരാവസ്ഥയുടെ ഡിക്ലെയർഡ് ആയ ഒരു അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവസ്ഥാപിത ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൽക്കത്ത കോടതി പ്രതികരിച്ചു, ഇതാ സുപ്രീം കോടതിയും പ്രതികരിച്ചിരിക്കുന്നു. ഉടൻ പരിഹാരം വേണമെന്നാണ് സുപ്രീം കോടതിയും ആവശ്യപ്പെടുന്നത്. അപ്പം ആ നിലയ്ക്ക് ഉടനെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പം നാം മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ
10 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ ഈ പറഞ്ഞതൊന്നുമല്ല. മറ്റേതോ ഇന്റൻഷനിലേക്ക്, നമുക്ക് ദുരൂഹമായി തോന്നാവുന്ന മറ്റേതോ ഇന്റൻഷനിലേക്ക് ഇന്ത്യൻ ഇക്കോണമി സഞ്ചരിക്കുകയാണ്, അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് 50 ദിവസം ചോദിക്കുന്നത്. 50 ദിവസം എന്ന് പറഞ്ഞാൽ ഇതായി ഡിസംബർ 31 അതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഞാൻ സൂചിപ്പിച്ചതും. ഒരുപക്ഷെ അടിയന്തരാവസ്ഥയിലേക്ക് പോകാൻ കാരണമായ അലഹബാദ് ഹൈക്കോടതിയുടെ ഇടപെടലുകളടക്കം ആ അന്തരീക്ഷത്തിലേക്ക് കൂടിയാണ് ഞാൻ താങ്കളെ കൂട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ ദയവായി തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം സമരമുഖത്ത് നിന്ന് തോമസ് ഐസക് കൂടി ചേരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഷീജ ഉണ്ട് അവിടെ. ഷീജ, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിമർശനം കൂടി കേന്ദ്ര സർക്കാരിനെതിരെ രണ്ടാമതും എത്തിയിരിക്കുന്നു എന്ന വിവരം സമരമുഖത്ത് എങ്ങനെയാണ് ആ വിവരം പ്രതിഫലിക്കുന്നത്? അതുകൂടി അറിയാം. ഷീജ. തീർച്ചയായിട്ടും അജിംഷാദ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഉത്തരവനുസരിച്ച് ഇതിൽ വലിയ തോതിൽ തന്നെ കേന്ദ്ര സർക്കാരിനൊരു രൂക്ഷ വിമർശനം തന്നെയാണ്. ഇതിൽ ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ധനമന്ത്രി തോമസ് ഐസക് ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചറിയാം. ഇപ്പോൾ ഏതായാലും കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു തീരുമാനം, കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ 2000 രൂപ നോട്ട് എന്ന രീതിയിലേക്ക് കൈമാറ്റത്തിന്റെ നിരക്ക് കുറച്ചത് തെറ്റായി പോയി. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. 2000 മുന്നറിയിപ്പൊന്നും ഇല്ലാതെ നോട്ടുകളൊക്കെ റദ്ദാക്കിയെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകിയിരുന്നു. അത് കോടതി തള്ളിയില്ല, ഫയലിൽ സ്വീകരിച്ചു. സർക്കാരിന്റെ നടപടിക്ക് സ്റ്റേ നൽകിയില്ലെങ്കിലും ഫയലിൽ സ്വീകരിച്ചു. എന്തൊക്കെ നടപടികളാണ് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടില്ലാതാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാവശ്യപ്പെട്ടു. നേരത്തെ തയ്യാറെടുപ്പുകളുടെ പൂർണ്ണമായ ലിസ്റ്റ് തരണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഒരു ഘട്ടത്തിലാണ് ചില സംസ്ഥാന ഹൈക്കോടതികളിൽ ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻ ചെന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ആകെ ഒരു വിഷമത്തിലാണ്. ഏതെങ്കിലും ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്താലോ? കാരണം സുപ്രീം കോടതി ഇത് മുഴുവൻ തള്ളിക്കളഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നേരെ വീണ്ടും സുപ്രീം കോടതി ചെയ്തു. ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ കേൾക്കാതെ ഒരു ഹൈക്കോടതിയും തീരുമാനമെടുക്കാൻ പാടില്ല. ഹൈക്കോടതിയിലുള്ള കേസുകളൊക്കെ സുപ്രീം കോടതി കേസ് കിടക്കുന്നതുകൊണ്ട് സ്റ്റേ ചെയ്യണം. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇന്ന് ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അടിവരയിട്ട് പറഞ്ഞു. ഇതുവരെ 2000 നോട്ടുകൾ മാത്രമേ ലഭ്യമാക്കാൻ കഴിഞ്ഞുള്ളൂ. 1000 നോട്ട് ഞങ്ങളിപ്പോൾ അച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജെയ്റ്റ്ലി പറയുന്നത്. 500 നോട്ടാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഇന്ത്യ പ്രചാരത്തിലിരുന്ന നാണയത്തിന്റെ 86% വരുന്ന മൂല്യം ഒറ്റയടിക്ക് പിൻവലിക്കാന്ന് പറഞ്ഞാൽ സമ്പദ്ഘടനയാകെ സ്തംഭനത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഇതിന്റെ പ്രശ്നങ്ങൾ ലഘൂകരിച്ചുകൊണ്ടിരിക്കല്ല, ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ സമ്പദ്ഘടന അടയുകയാണ്, പ്രശ്നങ്ങൾ കൂടുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ, വിധിയല്ല നിരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇന്നിവിടെ ഈ ധർണയിൽ ഇവിടെ കേരള മന്ത്രിസഭ ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇന്ത്യയിലെമ്പാടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനകീയ പ്രതിഷേധത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്രയും നാൾ ഓരോ ദിവസം കഴിയുന്നോറും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങളുടെ കള്ളപ്പണത്തിനെതിരായ പോരാട്ടം ആ രീതിയിൽ മാത്രമാണ് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത് ഇതിൽ വേണ്ടത്ര ഒരു പഠനം നടത്തിയില്ല, വേണ്ടത്ര സമയമെടുത്ത് ഇത് ചെയ്യാമായിരുന്നു എന്നൊരു നിലപാടാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ആ വാദഗതിയല്ലേ ഇപ്പോൾ ശരിവെക്കുന്നത്? ആ വാദഗതി പൂർണ്ണമായിട്ട് ശരിവെച്ചില്ലെങ്കിലും ഈ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട വിവരങ്ങൾ നോക്കുമ്പോൾ ഈ വിമർശനങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ്. ഇന്നിവിടെ ആ വിമർശനങ്ങൾ മാത്രമല്ല കേരള മന്ത്രിസഭ പറയുന്നത്. ഈ വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരോട് സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് കേരള മന്ത്രിസഭ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ സഹകരണ ബാങ്കുകൾ 1600 പരം ഉണ്ട്, അതിന് ഏതാണ്ട് 4500 ശാഖകളുണ്ട്.
1,00,000-ലേറെ കോടി ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ ബാങ്കുകളെ പോലെ തന്നെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവർക്ക് കൂടി ഒരു അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെവിക്കൊള്ളുന്നതിന് പകരം ഇത് തന്നെ ഒരു അവസരമാക്കി മാറ്റി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിനുള്ള നീക്കമാണ് RBI നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിന് മാത്രമല്ല തങ്ങളുടെ സ്വകാര്യ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ധർണ. തീർച്ചയായിട്ടും അജിംഷാദ്, ആ രീതിയിൽ തന്നെയാണ് ഈ സമരമുഖത്തും സുപ്രീം കോടതിയിൽ നിന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ശരിവെക്കുന്നത്. ആ രീതിയിലുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ധനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്.